Hi friends, welcome to Ammu's World. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് വിട്ട ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. അതായത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഏതൊക്കെ ഫേസ് പാക്ക് എങ്ങനെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യണം, എങ്ങനെ ഫേസ് പാക്ക് ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലെങ്ത് ഒത്തിരി കൂടിപ്പോയതുകൊണ്ട് ലാസ്റ്റിലത്തെ മിക്സിംഗ് പോർഷൻ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം, ഏതൊക്കെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് എന്നുള്ളത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മിക്സിങ്ങിൻ്റെ പോർഷനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിലിട്ടേക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ഡിസൈഡ് ചെയ്തു, ഏത് ബേസായിട്ട് യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അത് നമ്മുടെ സ്കിന്നിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു നമ്മൾക്ക് നോർമൽ വാട്ടറിൽ നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ അല്ലാണ്ട് നമുക്ക് ഫ്രൂട്ട് ജ്യൂസസിൽ മിക്സ് ചെയ്യാം. അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ലെമണിനെ പറ്റിയിട്ടാണ്. ലെമൺ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. വിറ്റമിൻ സി കലവറയാണ് ലെമൺ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, നമ്മുടെ ബ്ലെമിഷസ് ഒക്കെ പോകാനായിട്ട്, അതുപോലെ സ്കിന്നിന് കുറച്ചൊന്ന് ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളൊരു സാധനമാണ് ലെമൺ. അതാണ് നമ്മൾ ലെമൺ ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിലായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കിൻ ഇറിറ്റേഷൻ ഫീൽ ചെയ്യും സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലീച്ചിങ് ഏജൻറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ലെമൺ മാത്രമായിട്ട് നമ്മുടെ ഫേസിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു 1-2 ഡ്രോപ്പ് ലെമൺ, അതിൽ മാക്സിമം പോയ ഒരു ചെറിയ സ്പൂണ് ലെമൺ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ചിലർക്കാണെങ്കിൽ ലെമൺ അലർജി ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു പാക്കിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്യുക, പാച്ച് ടെസ്റ്റ് ചെയ്യുക. നമുക്ക് ഭയങ്കര ഒരു ബേണിങ് സെൻസേഷൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ, അതല്ലെങ്കിൽ റെഡ്നെസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ലെമൺ നമ്മുടെ ഫേസ് പാക്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതാണ് ലെമണിൻ്റെ കാര്യം. ലെമണിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട്. നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ട്, ബ്ലെമിഷസ് കുറയാനായിട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഉള്ള പ്രോപ്പർട്ടീസാണ്. പക്ഷേ എല്ലാവർക്കും എല്ലാം സ്യൂട്ട് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒത്തിരി നാളേക്ക് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഫുൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്ന് ഉള്ള ആൾക്കാർ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. പിന്നെ ലെമൺ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഉടനെ സൺലൈറ്റിലേക്ക് പോകുന്നതും അത്ര നല്ലതല്ല. അതിപ്പോൾ ലെമൺ ആയാലും ശരി, ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയുള്ള ഏതായാലും ശരി, നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് സ്കിന്നൊന്ന് ഹീൽ ആവുന്നതിന് മുമ്പേ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്കിൻ ടാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ലെമണിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിൽക്കാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഡ്രൈ സ്കിന്നുള്ളവർക്ക് നമുക്ക് ഫേസ് പാക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മിൽക്കിൽ മിക്സ് ചെയ്യാം. എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ കാം ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ക്ലെൻസ് ചെയ്യാനും ഒക്കെ ഒത്തിരി നല്ല പ്രോപ്പർട്ടീസ്, നല്ലൊരു ക്ലെൻസറാണ് മിൽക്ക് എന്ന് പറയുന്നത്. റോ മിൽക്ക് വെച്ച് നമ്മൾ ജസ്റ്റ് കോട്ടൺ ബോൾ വെച്ചിട്ട് നമ്മുടെ ഫേസ് തുടച്ചാൽ തന്നെ നല്ല ക്ലീൻ ആവും ഫേസ്. അത്രയ്ക്ക് ഒരു ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉള്ള സാധനമാണ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈ സ്കിൻ ആണുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് പാക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ ആയതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവും ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്. പക്ഷേ ഇപ്പോൾ നല്ല ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫേസിൽ പിമ്പിൾസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ചില ഓയിലി സ്കിൻകാർക്ക് നേരത്തെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മിൽക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് സ്കിന്ന് നമ്മുടെ ഏജ് അനുസരിച്ചിട്ട്, നമ്മുടെ ആ ഒരു പ്രായത്തിൻ്റെ ഹോർമോണൽ ലെവൽസ് അനുസരിച്ച് നമ്മുടെ സ്കിന്ന് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് വർക്കായെന്ന് വെച്ചിട്ട് നമുക്ക് ലൈഫ് ലോങ് ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റിയെന്നും വരത്തില്ല. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേർഡ് എന്ന് പറയുന്നത് ഈ മിൽക്ക് പറ്റാത്തവർക്ക്, അതായത് ഓയിലി സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കേർഡ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് കേർഡ് എന്ന് പറയുന്ന സാധനം ഞാൻ പല വീഡിയോസിലും എൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേർഡിന് അലർജിക്കാണ്. കേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഫുള്ള് ചെറിയ ഈ
എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും കൂടുതൽ ഓയിലി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുരു വരില്ല, അതുപോലെ ഫുൾ ഫേസിൽ കുരു വരും കേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് കേർഡ് തീരെ പറ്റാത്തൊരു സാധനമാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്കിന്നിന് എന്താണ് പറ്റുന്നതെന്നുള്ളത്. കേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കിന്നിൻ്റെ ടാൻ മാറാനായിട്ട്, ഇപ്പം നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരും, നമ്മൾ സ്കിന്ന് കുറച്ചൊന്ന് എക്സ്പോസ്ഡ് ആയി നമുക്ക് ഭയങ്കര ടാൻ ആകും എന്നൊരു ഇതുണ്ടെങ്കിൽ കേർഡ് വാഷ് ചെയ്യാനാണ് പറയുക. കേർഡും 2-3 ഡ്രോപ്പും ലെമണും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് കഴുകിയിട്ടുണ്ടെങ്കിൽ ആ ടാൻ എല്ലാം പോയി, നമ്മുടെ ഫേസിൻ്റെ ആ ക്ഷീണം എല്ലാം പോയി, നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേർഡ്. അങ്ങനത്തെ ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി, ഒരു ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി ഒത്തിരി ഉള്ള ഒരു സാധനമാണ് കേർഡ്. ഓയിലി സ്കിൻ ആൻഡ് ഡ്രൈ സ്കിന്നിന് പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ അത് എല്ലാവർക്കും, കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, എൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അലർജിയാണ്. അതുപോലെ ചിലർക്കെങ്കിലും ഇതൊക്കെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അലർജി ആയിട്ടുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം കേർഡൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടർ മോസ്റ്റ്ലി റോസ് വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര സൂത്തിങ് ആണ്, ഭയങ്കര ഒരു ടോണിങ് എഫക്റ്റ്. നമ്മൾ ടോണറായിട്ട് കുറേ ആൾക്കാർ ഈ റോസ് വാട്ടർ ഉപയോഗിക്കാറുണ്ട്. അത് നല്ല ടോണിങ് എഫക്റ്റാണ്. ഒരു സൂത്തൻ ചെയ്യാനും ഒരു റിലാക്സ്ഡ് ഫീലിംഗ് സ്കിന്നിന് കൊടുക്കാനും ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ഇപ്പം നമ്മൾ റോസ് വാട്ടറിൻ്റെ ആ ഒരു മണം ഒക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ റോസ് വാട്ടർ അങ്ങനെ എല്ലാവർക്കും പൊതുവെ സ്യൂട്ടാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്യാൻ പറ്റും. ബോത്ത് ഡ്രൈ സ്കിൻ ആൻഡ് ഓയിലി സ്കിന്നിന് റോസ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. സ്കിന്നാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈനെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഒന്നും അതിനില്ല. ഇപ്പം നമ്മൾ മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ അതൊരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി അതിനുണ്ട്. പക്ഷേ അതുപോലെ ഒരു മോയ്സ്ചറൈസിങ് ഒരു പ്രോപ്പർട്ടി റോസ് വാട്ടറിനില്ല. ജസ്റ്റ് ഒരു റിഫ്രഷിങ് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് ഇതിൽ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് അത്രയും ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജ്യൂസസ് നമ്മൾക്ക് മിക്സ് ചെയ്യും. ഇതിന് മുമ്പത്തെ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു റുട്ടീൻ സ്കിൻ കെയർ റുട്ടീനിനകത്ത് ഞാനാണെങ്കിൽ മിക്സ് ചെയ്തപ്പോൾ ഒരു വാട്ടർമെലൺ ജ്യൂസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അങ്ങനത്തെ ഏത് ഫ്രൂട്ട് ജ്യൂസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്ന 3 ജ്യൂസുകളാണ് കുക്കുംബർ ജ്യൂസ്, പൊട്ടറ്റോ ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്. ഇതിൻ്റെ മെയിനായിട്ട് ഈ 3-നുള്ള ഒരിത് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയാണ്. എസ്പെഷ്യലി പൊട്ടറ്റോയ്ക്ക് നല്ല രീതിയിലൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക് സർക്കിൾസൊക്കെ നന്നായിട്ട് കുറയാൻ, ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ ലൈറ്റൻ ചെയ്യാനൊക്കെ നല്ല പ്രോപ്പർട്ടി ഉള്ളൊരു സാധനമാണ് പൊട്ടറ്റോ ജ്യൂസ്. അതുപോലെ തന്നെ കുക്കുംബർ ജ്യൂസ് ആയാലും നല്ലൊരു ടോണിങ് ഏജൻ്റാണ്. ഈ റോസ് വാട്ടറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് തരാനായാലും കുക്കുംബർ ജ്യൂസ് നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ കുക്കുംബർ ജ്യൂസിൽ വേറെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ സ്പോട്ട്സ് ലൈറ്റൻ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ ജ്യൂസിനും ഇതുപോലെ ഒരു ബ്രൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട്, ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ ഇത് ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ 3 ജ്യൂസുകളിലും അങ്ങനത്തെ ഒരു ഈ 3 ജ്യൂസുകൾ നമുക്ക് നമ്മുടെ സ്കിൻ പാക്സിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ജ്യൂസുകളാണ്. അത് എല്ലാ സ്കിൻകാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജ്യൂസുകളാണ് ഈ 3 ജ്യൂസ് എന്ന് പറയുന്നത്. ഇതിന് സ്യൂട്ട് ആവുന്ന ഏതാണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ ജ്യൂസ് നമ്മുടെ ഇതിൽ പാക്കിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രൂട്ടിലുള്ള അല്ലെങ്കിൽ ആ ഒരു ജ്യൂസിലുള്ള ഗുണങ്ങൾ കൂടി നമ്മുടെ ഫേസ് പാക്കിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും കുറേ കമൻറ്റ് സെക്ഷനിലൊക്കെ ഞാൻ കാണുന്നൊരു കാര്യമാണ്, ഇപ്പോൾ കുറേ ഫേസ് പാക്സ് നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിലായാലും നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ഫേസ് പാക്ക് ഫോർ ഓയിലി സ്കിൻ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വീഡിയോസ് വരും അല്ലേ. അപ്പം ഏതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സ്കിന്നിന് സ്യൂട്ടാവെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ അടുത്ത വീഡിയോ ട്രൈ ചെയ്യാൻ പോലെ എല്ലാം കൂടെ പുറകെ ട്രൈ ചെയ്യാൻ പോകരുത്. ഇപ്പം ഞാൻ പുതിയ വേറെ റെമഡീസ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഇപ്പോൾ ഒരാൾക്ക് സ്യൂട്ടാവുന്നതായിരിക്കില്ല വേറെ ഒരാൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണം സ്യൂട്ടാവുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ വേറെയും ട്രൈ ചെയ്യാതെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു റെമഡി ആണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. മാറ്റി യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്, കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ആ ഒരേ റെമഡി, സ്യൂട്ടാവുന്ന റെമഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രോലോങ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ആ മിക്സിങ്ങിൻ്റെ പാർട്ട് നേരത്തെ ലോങ് ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് ഷോർട്ടാക്കി പറഞ്ഞതുപോലെ അതൊന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കീപ് സപ്പോർട്ടിങ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം.